ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പിന്നെ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കുന്നത്, മാത്സ് എങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ്. അപ്പോൾ ഞാനത് കുറച്ച് പേര് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ആ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തന്നെ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഇത് പഠിക്കുന്നതെന്ന് റിലേറ്റ് ചെയ്ത് ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യട്ടെ എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 90% ഉള്ള ആൾക്കാരും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ടിപ്സോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരാൾക്ക് ഇങ്ങനെ ഹെൽപ്ഫുൾ ആയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് മാത്സ് NCERT ലെവലിലാണ് ഞാൻ നോക്കാറുള്ളത്, ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. മുമ്പ് മാത്സിന് ക്ലാസ് കാണുമായിരുന്നു, ഇപ്പോൾ ഞാൻ മാത്സിന് ക്ലാസ് കാണക്കില്ല. കാര്യം മാത്സ് ഓൾറെഡി എനിക്ക് ഡൗട്ടുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സ്, ഇപ്പം എക്സാം ഞാൻ പറയാം, ലിമിറ്റ്സിൻ്റെ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ, അതുപോലെ തന്നെ പ്രോബബിലിറ്റി, അങ്ങനെ ഒന്ന് രണ്ട് നമുക്ക് കൺസെപ്റ്റ് നമ്മൾ മറന്നു പോയി എന്ന് ഫീൽ ആവുന്ന ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് ക്ലാസ് കണ്ടിട്ട് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് നമുക്ക് കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ക്ലാസ് കണ്ട് ടൈം കളയണ്ട, പരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്താൽ മതി. ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തു നോക്കും, എന്നിട്ട് അതിൻ്റെ ഫൈനൽ ആൻസർ എനിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതെന്ന് വെച്ചാൽ സൈലം ആപ്പിൽ പേൾ എന്ന് പറഞ്ഞ ഒരു റെക്കോർഡഡ് സെക്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുള്ള PDFസും വീഡിയോസും അതിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് നോക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൈലം ആപ്പിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഗൂഗിളിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ പല രീതിയിലുള്ള വെബ്സൈറ്റ്സുകൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് തരാറുണ്ട് കേട്ടോ. പിന്നെ ചോദിച്ചത് ഞാൻ എക്സാമ്പിൾസ് ആണോ എക്സസൈസ് ആണോ ചെയ്യുന്നതെന്ന്. ഞാൻ എക്സാമ്പിൾസും ചെയ്യാറുണ്ട്, എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്യാറുണ്ട്. മിസലേനിയസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ആ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നില്ല, പക്ഷേ ചില ചാപ്റ്റേഴ്സൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് 3-4 തവണ വർക്കൗട്ട് ചെയ്ത് ചെയ്യാറുണ്ട്. ചില ക്വസ്റ്റ്യൻസൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു തവണ ഇങ്ങനെ ഒന്ന് ഓടിച്ച് ചെയ്ത് നോക്കിയിട്ട് മാറ്റാറുമുണ്ട്. കാര്യം ചില ക്വസ്റ്റ്യൻസ് എത്ര ചെയ്താലും നമ്മുടെ മൈൻഡിൽ അത്ര ഓക്കെ ആയിട്ടിരിക്കണം എന്നില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു തവണയൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് 1-2 തവണയൊക്കെ ഒന്ന് നോക്കിയിട്ടങ്ങ് മാറ്റും. നല്ല രീതിയിൽ എഫേർട്ട് എടുത്താൽ വാല്യൂ കിട്ടും എന്ന് തോന്നിയിട്ടുള്ള, ആ ഒരു റിസൾട്ട് കിട്ടും എന്ന് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മാത്സ് നോക്കാറുള്ളത്. പിന്നെ അടുത്ത ഫിസിക്സ് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത്. ഫിസിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ സ്പെഷ്യലിന് പോകുന്നുണ്ട്, ഓഫ്ലൈൻ അല്ല ഓൺലൈനായിട്ട് ഫിസിക്സിൻ്റെ സ്പെഷ്യലുണ്ട്. അപ്പോൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ ഡിസ്കഷൻ ചെയ്യും ഞാൻ. പിന്നെ ടോപ്പ് എ സീരീസ്, പിന്നെ സൈലത്തിൻ്റെ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള PDFസിലുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പ്രസ് റിവിഷൻ നടക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഇപ്പോൾ കുറേ ഫ്രഷ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് നോക്കാറുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ വർഷത്തേക്ക് 100 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, സൂപ്പർ 60 ഇതൊക്കെ കഴിഞ്ഞ വർഷം നടത്തിയതിൽ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. PYQs നോക്കാറുണ്ട്. PYQൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലാസ്റ്റത്തെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, PYQ ഇനി ചെയ്യണോ, കാര്യം എക്സാം പാറ്റേൺ മാറിയില്ലേന്ന്. എക്സാം പാറ്റേൺ മാറിയെന്നുകൊണ്ട് PYQ അവോയ്ഡ് ആക്കാനല്ല ആരും പറഞ്ഞത്. കാര്യം കൺസെപ്റ്റ് നോക്കുക, PYQ മാത്രം പഠിച്ചിട്ട് പോകാൻ നിൽക്കരുത്, വേറെ വല്ല ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. PYQന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അപ്പം അതങ്ങനെ കംപ്ലീറ്റ്ലി ആരും അവോയ്ഡ് ഒന്നും ആക്കരുത്. പിന്നെയുള്ള ഡെറിവേഷൻസ്, ഞാനതിപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡെറിവേഷൻസ് ഒന്ന് നോക്കി തന്നെ എഴുതി നോക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടെ തന്നെ എഴുതി നോക്കും. എന്നിട്ട് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ആ ചാപ്റ്ററിലുള്ള ഡെറിവേഷൻസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നെ ഈ ഫിസിക്സ് ഇതൊക്കെ പോർഷനൊക്കെ കഴിഞ്ഞ്, അതായത് മോഡൽ എക്സാം സമയത്ത് ഞാൻ പോർഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഡെറിവേഷൻസ് മാത്രം ഒന്നുകൂടെ റിവൈസ് ആക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് എക്സാമിനുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ലൈവ്, എനിക്കൊന്ന് 7 hour എന്തോ ഉണ്ടത്. അതിൻ്റെ അകത്ത് എല്ലാ ഡെറിവേഷൻസും ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, നമുക്ക് ഒരെണ്ണം പോലും വിട്ടുപോകാതെ നമുക്ക് കറക്റ്റായിട്ട് നോക്കി പോകാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെയാണ് പഠിക്കുന്നത്, എനിക്കധികം ഇഷ്യൂസൊന്നും ഫീൽ ആയിട്ടില്ല. അപ്പോൾ ഇനിയും ടൈമുണ്ടെന്ന് വെച്ചാൽ ഇനിയുള്ള സമയം നേരെ യൂട്ടിലൈസ് ചെയ്താൽ നല്ല മാർക്ക് കിട്ടും.